എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ടായ 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാവരും എക്സാമിന് മുന്നേ ഇത് പഠിച്ചിട്ട് പോകണം. അപ്പോൾ നേരെ നമുക്ക് ഇതിൽ ഓരോന്ന് തിരിച്ചാട്ടോ. ആദ്യം നമുക്ക് എന്ത് നോക്കാം? കേരളമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? പി വത്സലയുടെ നെല്ല് അല്ലേ? നെല്ലെന്ന് പറയുന്നത് നമുക്കറിയാം, പി വത്സലയുടെ നോവലാണ് നെല്ല്. അപ്പം ആ നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. എന്താണ് പേര്? കുറുമാട്ടി രാഗിണി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യ ജില്ല എന്നാണ് കണ്ണൂർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ പോർട്ടൽ വഴിയാണ് എന്ത് ചെയ്തത്? സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? കേരളത്തിലെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? എത്രാമത്തെയാണ്? 150ാമത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. ആരുടെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ. ഡേറ്റ് ഓർത്ത് വയ്ക്കണം, 2024 ജനുവരി 16. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാരാണ്? കുമാരനാശാൻ. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? കെ സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1 കേട്ടോ. കെ സ്മാർട്ടിന് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത. ശ്രദ്ധിക്കണം, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. കൊല്ലം കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻകീഴ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്കിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേരെന്താണ്? NK ദേശത്തിൻ്റെ ശരിയായ പേരാണ് N
കുട്ടിക്കൃഷ്ണപിള്ള. എൻ കുട്ടിക്കൃഷ്ണപിള്ള 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമാണ് കേട്ടോ എൻ കെ ദേശം. എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ്. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് 24. കെ ലിഫ്റ്റ് 24 കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നതിലാണ്. അപ്പോൾ 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കെ ലിഫ്റ്റ് 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജിതേഷ് ജി ആണ് കേട്ടോ. ജിതേഷ് ജി. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. അപ്പോൾ വരയരങ്ങ് ഓർത്തു വയ്ക്കണം കേട്ടോ. ആ കലാരൂപവുമായി റിലേറ്റ് ചെയ്തതാണ് ആര്? ജിതേഷ് ജി. അദ്ദേഹമാണ് കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള എന്ത് അവാർഡാണ്? ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ചതാണ് കാന്തല്ലൂർ പഞ്ചായത്ത്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കോഴിക്കോട് കാപ്പാടാണ്. ഏത് ഫ്ലാഗാണ്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കോഴിക്കോട് കാപ്പാട്. അടുത്ത ചോദ്യം നോക്കാം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. കണ്ടോ, ഈ ഒരു ബുക്ക് ഓർത്തു വയ്ക്കുക. അതിജീവനം, ഡോക്ടർ വിശ്വാസ് മേത്ത. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ആണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ആരാണ് തലവനായ മലയാളി? ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. എന്താണ് ആത്മകഥ?
ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത്. എന്താണ് പേര്? വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യ ഗാമ എഡ്ജ് എന്നാണ് കേട്ടോ. അത് ഓന്താണേ. ഓന്ത് എന്താണ്? വടക്കൻ കങ്കാരു ഓന്ത് അല്ലെങ്കിൽ അഗസ്ത്യ ഗാമ എഡ്ജ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്നാണ് കണ്ടെത്തിയത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ഏതാണ്? അരകവ്യൂഹം. അടുത്ത ചോദ്യം, മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്നാണ്. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. ലിറ്ററേച്ചർ തൃശ്ശൂർ. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടി എക്സാമിന് പോകുമ്പോൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? കേരളത്തിലെ 346 രൂപയാണ് കേട്ടോ. 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളം ജില്ല. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ TN സതീശൻ. ഇതെല്ലാവരും പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. 2 തവണയെങ്കിലും ഒന്ന് ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളമൊക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കഴിയുമ്പോൾ ഇന്ത്യ, ലോകം അങ്ങനെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റും കൂടി ചെയ്യുക. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിലാണ്. ഡോക്ടർ KS അനിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ആരാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ BP ജഗതിരാജാണ്. ജഗതിരാജ്. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ. കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഗീതാകുമാരി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ KS അനിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ BP ജഗതിരാജ്. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? 700-ലേറെ വർഷം പഴക്കം കണക്കാക്കാവുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം. പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ
ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ്റെയാണ്. ആരുടേതാണ്? ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയുടെ 125ാമത് ജന്മവാർഷികം. ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് DC കണക്ട്? മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. ഏതാണ്? ചെങ്ങാതി. ഇത്രയുമല്ല, നമുക്ക് ഇനിയുമുണ്ട് കേരളമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുകയും ചെയ്യുക.